Chapter 5 App Development. App is abbreviated form of application. Application de short form aanu app. What is this app? We all have come across this app in our mobile, computers, tablets, etc. These are small software programs which is designed to perform a specific task. ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാമിനെയാണ് ആപ്പ് എന്ന് പറയുന്നത്. Some of the commonly used applications are word processor, spreadsheet, web browser, gaming console, etc. The software vendors in the form of software packages provide specific software application. ഒരു പാക്കേജസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോഫ്റ്റ്വെയർ വെൻഡേഴ്സാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതും അതിന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഷെയർവെയർ ആയിട്ടും ഫ്രീ വെയർ ആയിട്ടും പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആയിട്ടും അതായത് പേ ചെയ്ത് മേടിക്കുന്ന സോഫ്റ്റ്വെയർസും ഒക്കെ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. Features of an application. There should be some features of this application. What are the features? User friendly, easy to design, more interactive, easy to understand. First one, user friendly. എന്താ യൂസർ ഫ്രണ്ട്ലി? പെട്ടെന്ന് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കണം. ഒരുപാട് ഇരുന്ന് പഠിച്ച് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരൊന്നും ഉപയോഗിക്കത്തില്ല. വളരെ ജീനിയസ് ആയിട്ടുള്ളവർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ നല്ല സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ടു യൂസ് ദിസ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് യൂസർ ഫ്രണ്ട്ലി. ലൈക്ക് അവർ വിൻഡോസ്. വിൻഡോസ് ഈസ് യൂസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് us. But Linux is not that user friendly. That's why we are not at all using the Linux. In fact, it is വൈറസിന് പ്രോൺ ആയിട്ടായിരിക്കെങ്കിലും വൈറസ് അറ്റാക്ക് കുറവാണ് ലിനക്സിനെങ്കിലും ലിനക്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നത് യൂസർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. ദ നെക്സ്റ്റ് ഈസ് ഈസി ടു ഡിസൈൻ. ദ സോഫ്റ്റ്വെയർ ഷുഡ് ബി ഈസി ടു ഡിസൈൻ. അതായത് ഡിസൈൻ ഒരു ഭയങ്കര എന്താ പറയുക ലെയർ ബൈ ലെയർ ഒത്തിരി ഉള്ള ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ഈസി ടു ഡിസൈൻ. ദെൻ മോർ ഇൻട്രാക്റ്റീവ്. യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇൻട്രാക്റ്റീവ് സെഷൻ എന്തായാലും കൂടുതലായിരിക്കണം. മാത്രമല്ല കുറച്ച് അധികം ഇൻട്രാക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ദെൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ എ കോമൺ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പോൾ ബൈലിംഗ്വൽ ലാംഗ്വേജസിലൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മലയാളത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ അവരുടെ ലാംഗ്വേജിൽ അത് കാണാൻ പറ്റും. ആ രീതിയിൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് വേയിൽ നമുക്ക് ആപ്സ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. Uses of application. Applications are used everywhere nowadays. Everyone is using application in one form or another. These applications are installed on computers, mobiles, tablets, etc. Applications software can be used as productivity tool. എവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്ടിവിറ്റി ടൂളായിട്ട് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ടു ബി യൂസ്ഡ് ആസ് ബിസിനസ് ടൂൾ, ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു ടൂളായിട്ട്. അസിസ്റ്റ് ഗ്രാഫിക് പ്രോജക്ട്സ്, അസിസ്റ്റ് മൾട്ടിമീഡിയ പ്രോജക്ട്സ്, പ്രൊവൈഡ് സപ്പോർട്ട് അറ്റ് ഹോം. വീട്ടിൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ടീവ് ആയിരിക്കുന്നത്? അലക്സ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ മൊബൈൽ ഫോൺ, ടി വി, അതിലെല്ലാം നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് സപ്പോർട്ട് അറ്റ് ഹോം, പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ പേഴ്സണൽ ആക്ടിവിറ്റീസ്, അസിസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും ഏരിയാസിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് യൂസബിൾ ആണ്. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് നമ്മൾ ആപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫോണിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ഓർമ്മ വരത്തുള്ളൂ. വേറെ സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മൾ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. The commonly known application softwares are here. The first one, word processor. വേർഡ് പ്രോസസ്സറും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡില്ലേ അത്. This software allows us to create and manipulate text document. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എന്താ വേർഡ് പ്രോസസ്സർ. Along with text, these documents also contain graphics, pictures, tables, etc. We can perform various actions on Word document. What are the actions? Inserting images, inserting tables, changing margins, finding and replacing text, adding header and footer,
checking spellings and grammar, changing the appearance by changing the font, style, size or color of the text, adding watermark, changing layout of the page, mail merge, etc. The maximum എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻ വാട്ടർമാർക്ക്, ഹാവ് യു നോ വാട്ട് ഈസ് ദ വാട്ടർമാർക്ക്? ചിലതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില പേജസോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കാണുമ്പോഴേക്കും ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഡള്ളായിട്ടുള്ള കളറിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു സീൽ ചെയ്തിട്ടുണ്ടെന്ന്. അതിനെയാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അതായത് കോപ്പിറൈറ്റ് ആകാതിരിക്കാനായിട്ട് ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഇന്നൊരാൾ ഉപയോഗിക്കരുത്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാട്ടർമാർക്ക്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് സ്പ്രെഡ്ഷീറ്റ്. ദിസ് ഇസ് എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് അലോസ് us to store data in a tabular form. അതായത് റോസും കോളംസും ആയിട്ട് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പ്രെഡ് ഷീറ്റ്. എക്സൽ എന്ന് പറയും പൊതുവെ. ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. These perform calculation using formulas and function, insert images, insert charts, filter data, freeze panes for analyzing data, create macros, change the appearance by changing the font style, color and the text. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ദിസ് ആപ്ലിക്കേഷൻ അലൗസ് us to create and manipulate databases. It is a collection of tables, queries, reports, etc. What is a database? Database means a report. ഇപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക്, ഫസ്റ്റ് ടേമിലെ എക്സാമിനേഷൻ്റെ മാർക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും മാർക്ക് ചേർന്ന് വെക്കുന്നത് ഒരു ഫുൾ ഓഫ് ഡേറ്റയാണ്. ആ ഡേറ്റനെ നമുക്ക് ആ ഡേറ്റ ഇപ്പോൾ ഒരു ടേമിൻ്റെ, സെക്കൻഡ് ടേമിൻ്റെ എടുക്കാം, തേർഡ് ടേമിൻ്റെ എടുക്കാം, അപ്പോൾ 1 ഇയർ ഫുള്ളായി. ഇതിനെല്ലാവരും കൂടി ചേർത്താണ് നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ദെൻ the 4 major functional groups that provides in databases are data definition, update, retrieval and administration. What is data definition? Create, modify and delete functions help in organization of data. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും മോഡിഫൈ ചെയ്യാനും അതിന് എന്തെങ്കിലും ഫങ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ ഡെഫിനിഷൻ. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും വീണ്ടും ഇൻസേർട്ട് ചെയ്യുക, ഓൾറെഡി ഉള്ളതിനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം ഓഫ് ആക്ച്വൽ ഡേറ്റാസ്. ഇതിനെയൊക്കെയാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. റിട്രൈവൽ, എനിക്ക് വലിയൊരു ഡേറ്റ ഇരിപ്പുണ്ട്, ഒരാളുടെ മാർക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് റിട്രൈവ് ചെയ്തെടുക്കണം, അതിനെയാണ് റിട്രൈവൽ എന്ന് പറയുന്നത്. Administration, it enforces security of the data, monitors performance, maintains data integrity and recovers data information in case of unexpected system failure. അപ്പോൾ സെക്യൂരിറ്റിയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റാസിന് നഷ്ടപ്പെട്ടു പോകാതെയും ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി, അതായത് ഒരു ആദ്യത്തെ പേജിൽ ഞാൻ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ്റെത് ഇൻക്ലൂഡ് ചെയ്തു. ആ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ്റെ ഇൻക്ലൂഡ് ചെയ്തപ്പോഴേക്കും ഒരാളുടെ പേരിന് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു. അതേ ഇത് ഞാൻ തേർഡ് ടേമിൽ എക്സാമിനേഷൻ വന്നപ്പോഴേക്കും ആണ് മനസ്സിലായതെങ്കിൽ ആ സമയത്ത് ഞാൻ ഇനിഷ്യൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൻ്റെ പേജിലും ആ ഇനിഷ്യൽ ചേഞ്ച് ആകണം. അതിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. So these are the functional groups: data definition, update, retrieval and administration under database software application. Next one is presentation graphics software application. Presentations ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, നമ്മൾ മൈക്രോസോഫ്റ്റ് പ്രസൻറ്റേഷൻ PPT ഒക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, സെയിം തിങ്. It is used to create presentation through which we can communicate ideas, messages and information to others. We can enhance our presentation by inserting pictures, images, video clips and audio clips. The next one is accounting software. It helps companies to keep a record of their accounting. അവരുടെ അക്കൗണ്ടിങ് സെക്ഷനില്ല, ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നിങ്ങളൊരു കടയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴേക്കും ഫ്രണ്ടിലൊരു സിസ്റ്റത്തിൽ മിക്കവരുടെ കടയിലും ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും പ്രൈസ് ബില്ലിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അതിനെയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. Then photo editing software. This software helps to edit digital photos. ഡിജിറ്റൽ ഫോട്ടോസിൽ ഇപ്പോൾ ചേഞ്ചസ് ഒക്കെ ഒരുപാട് വരുത്താൻ പറ്റുമല്ലോ അല്ലേ, അത് ഫോണിലൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. അതിനെയാണ് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇമെയിൽ സോഫ്റ്റ്വെയർ. ദിസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് ദീസ് ഫങ്ഷണാലിറ്റീസ് വിച്ച് ആർ ദീസ്: ക്രിയേറ്റ്, സെൻഡ്, റിസീവ്, ഫോർവേഡ്, സ്റ്റോർ, പ്രിൻറ്റ് ആൻഡ് ഡിലീറ്റ് ഇമെയിൽസ്.
അതിപ്പോൾ ഒരുപാട് ഇമെയിൽ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ജിമെയിലുണ്ട്, യാഹൂ ഉണ്ട്, റെഡിഫ് ഉണ്ട്, ഹോട്ട്മെയിലുണ്ട്. ഇതൊക്കെ ഇമെയിൽ പ്രൊവൈഡേഴ്സാണ്. ഇതിലൊക്കെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം, ഇമെയിൽസ് റിസീവ് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം, അത് പ്രിൻ്റ് എടുത്ത് വെക്കാം, ഇന്നൊരാൾക്ക് ഫോർവേഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കംസ് വെബ് ബ്രൗസർ. This software application help us to access and view web pages. വെബ് ബ്രൗസേഴ്സ് അറിയാമല്ലോ, ഏതാ നമ്മളെല്ലാം ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രോം, ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെയാണ് വെബ് ബ്രൗസർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെബ് പേജസ് കാണാൻ വേണ്ടിയിട്ട്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെബ് ബ്രൗസർ. നെക്സ്റ്റ് വൺ, വാട്സാപ്പ് മെസ്സഞ്ചർ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ലേ. It is the most common, most convenient and widely used messaging application on mobile phones. We can create, send, receive, forward messages easily using WhatsApp. Next is video conferencing application. It is mainly used for connecting and holding discussions with people who are geographically separated from each other. For this, we use the internet to transmit audio and video. Geographically separated, ദൂരെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ തമ്മിൽ ഡിസ്കഷൻസും മറ്റും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ സൂമും ഗൂഗിൾ മീറ്റൊക്കെ യൂസ് ചെയ്യുന്ന സെയിം. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. ഇതൊക്കെ ഒരു പാർട്ടാണ് എവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ദ റെസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. താങ്ക് യു.